എറണാകുളം ഉദയംപേരൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് CPIM-ലേക്ക് ഉദയംപേരൂർ മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജാണ് കോൺഗ്രസ് വിട്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട്, കേൾക്കാം. ഞാൻ നിലവിൽ പാർട്ടി വിടാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്നെ അറിയാവുന്ന ഉദയംപേരൂരത്തെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ നിന്ന് ചാനൽ ചർച്ചയിൽ കയറി ഇവിടുത്തെ MLA സീറ്റിന് വേണ്ടി വീരവാദം മുടക്കുന്ന രാജു പി നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും ഗ്രൂപ്പിന് താഴെയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് എന്ന് പറയുന്നൊരു ഇത്. പുള്ളിയുടെ എല്ലാം ഒരു ഗ്രൂപ്പ് സമീപനം കൊണ്ട് തന്നെയാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ കാരണം. കോൺഗ്രസിലെ ജീർണതയാണ് പ്രവർത്തകർ പാർട്ടി വിടുന്നതിന്റെ കാരണമെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് പറഞ്ഞു. കോൺഗ്രസിനകത്തെ വിഭാഗീയത എന്നതിനേക്കാൾ പ്രസക്തം കോൺഗ്രസിന്റെ ജീർണതയാണ്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസിലും ചെന്നകപ്പെട്ടിട്ടുള്ള ജീർണതയെ സംബന്ധിച്ച് കഴിഞ്ഞകാല കേരളീയ സമൂഹം ഗൗരവമായി ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്ക്, കാര്യങ്ങളെ വിലയിരുത്താൻ ശേഷിയുള്ള ചെറുപ്പക്കാർക്ക് കോൺഗ്രസ് പോലെയുള്ള, യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ഒരു സംവിധാനത്തിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന വിഷയം ഏത് രൂപത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടില്ലേ. പെൺകുട്ടികളെ വളരെ ക്രൂരമായി സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്നു, വനിതാ നേതാക്കന്മാരെ ആക്രമിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ സമീപകാലത്ത് ചെന്നകപ്പെട്ടുപോയ വലിയ ജീർണതയാണ് കാണിക്കുന്നതെന്ന് കാണാൻ കഴിയും. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി. അമൽ, അഖിൽരാജിന് ചില കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, വ്യക്തിപരമായി തന്നെ ചിലരോടൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണോ ഇങ്ങനൊരു നീക്കത്തിലേക്ക് നയിച്ചത്? അനുജ, തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിലുള്ള വിഭാഗീയത തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഉദയംപേരൂർ മണ്ഡലം പ്രസിഡന്റിനെ നയിച്ചതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ ഇദ്ദേഹം CPM-ൽ ചേരുന്ന ഒരു ചടങ്ങ് CPM-ന്റെ തൃപ്പൂണിത്തുറയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മുതിർന്ന CPM നേതാക്കളായ TC ഷിബുവിനെ പോലെയുള്ള ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കളാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ CPM-ലേക്ക് സ്വീകരിച്ചത്. ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒപ്പം 20ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ CPM-ൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊരു വിവരമാണ് അഖിൽ രാജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊതുയോഗം നടത്തി CPM-ലേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്വീകരിക്കുവാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ഏതായാലും ജില്ലയിൽ തന്നെയുള്ള വിഭാഗീയത പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. പ്രത്യേകിച്ചും രാജു പി നായർ അടക്കമായുണ്ട് ഇദ്ദേഹത്തിനുണ്ടായ ചില പ്രശ്നങ്ങൾ ഈ CPM-ലേക്ക് പോകുവാൻ വഴിവെച്ചു. ഇതിന്റെ ഭാഗമായി ഗുരുതരമായ ആരോപണമാണ് അഖിൽ രാജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് VD സതീശന്റെ നിർദ്ദേശപ്രകാരം രാജു പി നായർ ഗ്രൂപ്പ് യോഗം വിളിച്ചെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടികൾക്ക് വേണ്ടി മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് അടക്കമുള്ള പല ഗുരുതരമായ ആരോപണങ്ങളാണ് രാജു പി നായർക്കെതിരായി ഇദ്ദേഹം ഉയർത്തുന്നത്. അനുജ, ഉദയംപേരൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ആണ് ഇപ്പോൾ CPIM-ൽ ചേർന്നത് അഖിൽ രാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.